കേരളത്തിലെ ആദ്യത്തേതും ഇന്ത്യയിലെ 5ാമത്തെയും അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇത്. കേരളത്തിനും തെക്കൻ തമിഴ്നാടിനും ഏറ്റവും അധികം സേവനം പ്രദാനം ചെയ്യുന്ന ഈ വിമാനത്താവളത്തിന്റെ വികസനം ഈ നാടിന്റെ വ്യാപാര, വ്യവസായ, മനുഷ്യ വിഭവശേഷി വികസനത്തിൽ സുപ്രധാനമാണ്. വസ്തുതകൾ ഇതായിരിക്കെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനം വർഷങ്ങളായി മുരടിച്ചു നിൽക്കുകയാണ്. എയർപോർട്ടിനെ സംബന്ധിച്ച് ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. ഏറ്റെടുത്തിട്ടുള്ള 27 ഏക്കറിൽ പുതിയ പാസഞ്ചർ ടെർമിനലിന്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കുക. അനുമതി കാത്തുകിടക്കുന്ന അന്താരാഷ്ട്ര ആഭ്യന്തര വിമാനങ്ങൾക്ക് അനുവാദം കൊടുക്കുക. എയർ ഇന്ത്യയുടെ ഹാങ്ങർ പദ്ധതിക്ക് ആവശ്യമായ 15 ഏക്കർ ഭൂമി ഉടനെ കൈമാറുക. നമ്മുടെ ജനപ്രതിനിധികൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈ കാര്യങ്ങൾ പരിഹരിക്കുകയും വിമാനത്താവളത്തിന്റെ 2ാം ഘട്ട വികസനം സാക്ഷാത്കരിക്കുകയും വേണം. ടെക്നോ പാർക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടെക്നോളജി പാർക്കായി വളർന്നു വരുന്ന ഒരു മഹത് സംരംഭമാണിത്. 156 ഏക്കറുകളിലായി 15 ലക്ഷത്തോളം ചതുരശ്ര അടി നിർമ്മാണം നടന്നു കഴിഞ്ഞു. 10,000-ത്തിലധികം പ്രൊഫഷണലുകൾ ഇവിടെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന 186 ഏക്കറിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ 25,000-30,000 പേർക്ക് നേരിട്ട് ജോലി നൽകുന്ന പ്രസ്ഥാനമായി ഇത് മാറും. ഇൻഫോസിസ്, TCS, US സോഫ്റ്റ്വെയർ, IBS, NEST എന്നിങ്ങനെ രാജ്യാന്തര പ്രശസ്തി നേടിയ 75ഓളം കമ്പനികൾ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ടെക്നോ പാർക്കിന്റെ 4ാം ഘട്ട വികസന പദ്ധതിയായ ടെക്നോ സിറ്റിയും വിഭാവന ചെയ്തിട്ടുള്ള IT കോറിഡോറും സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ 1 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ തന്നെ സൃഷ്ടിക്കും എന്ന് കണക്കാക്കപ്പെടുന്നു. IT മേഖലയിൽ അടുത്ത 5 വർഷം കൊണ്ട് വിപ്ലവകരമായ വികസനം വരേണ്ടത് തിരുവനന്തപുരത്തെ യുവജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. മനുഷ്യ വിഭവശേഷിയുടെ കാര്യത്തിൽ ബാംഗ്ലൂരിനോ ചെന്നൈക്കോ ഹൈദരാബാദിനോ ഒട്ടും പിന്നിലല്ല തിരുവനന്തപുരം എന്നിരിക്കെ IT വികസനം നമ്മുടെ MLA-മാരുടെ പ്രധാന അജണ്ട തന്നെ ആയിരിക്കണം. തിരുവനന്തപുരത്തിന്റെ ഉപസ്റ്റേഷനായ കൊച്ചുവേളി, ദീർഘദൂര സർവീസുകൾക്കുള്ള ഈഞ്ചക്കൽ ബസ് സ്റ്റേഷൻ, കാർഷിക വ്യാപാരത്തിനുള്ള ലോക മാർക്കറ്റ്, കിൻഫ്രയുടെ അപ്പാരൽ പാർക്ക് ആൻഡ് അനിമേഷൻ പാർക്ക്, നിർദ്ദിഷ്ട അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്റർ എന്നിവയെയും കോവളം പൂവാർ വിനോദസഞ്ചാര മേഖലയെയും ആക്കുളം വേളി വിനോദസഞ്ചാര കേന്ദ്രത്തെയും ഈ പാത ബന്ധിപ്പിക്കുന്നു. തിരുവനന്തപുരത്തിന്റെ ഭാവിക്ക് ഏറ്റവും ആവശ്യമായത് ഈ പദ്ധതികളുടെ എല്ലാം മുഴുവൻ സാധ്യതയും വിഭാവനം ചെയ്തുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ്. നാം പറഞ്ഞുവന്ന ഈ പദ്ധതികളിലൂടെ അടുത്ത 25 വർഷം കൊണ്ടുണ്ടാകാവുന്ന മുഴുവൻ വികസനത്തിനെയും മുന്നിൽ കണ്ടുകൊണ്ടുവേണം ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ. അതുകൊണ്ട് NH-47 ബൈപ്പാസ് റോഡ് അടിയന്തിരമായി 6 വരി പാതയാക്കി മാറ്റേണ്ടതും ഈ വികസന പ്രവർത്തനങ്ങളുടെ കാതലായ ഭാഗമാണ്. ഈ പുതുനഗരത്തിൽ പൊതു ആവശ്യങ്ങൾക്കുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടെത്തുകയും ഏറ്റെടുക്കുകയും വേണം. ഭൂമി ബാങ്ക് സൃഷ്ടിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂവിനിയോഗത്തിന് വ്യക്തമായ മാനദണ്ഡം വയ്ക്കുകയും പ്രത്യേക മേഖലകളാക്കി അഥവാ സോണുകളാക്കി തിരിക്കുകയും വേണം. തിരുവനന്തപുരത്ത് പ്രഖ്യാപിതമായിരിക്കുന്ന 5 സ്പെഷ്യൽ ഇക്കണോമിക് സോണുകളും ഈ പാതയോടനുബന്ധിച്ച് വരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ടെക്നോ പാർക്ക്, ടെക്നോ സിറ്റി, അനിമേഷൻ പാർക്ക്, അപ്പാരൽ പാർക്ക്, മെഡിക്കൽ ടൂറിസം എന്നിവയ്ക്കുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണുകളാണവ. ഇനിയും നിരവധി പ്രത്യേക സാമ്പത്തിക മേഖലകൾക്ക് ഈ പ്രദേശത്ത് സാധ്യതയുണ്ട്. ഉദാഹരണം, വിഴിഞ്ഞം തുറമുഖത്തിനോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിന് അത്യാവശ്യമുള്ള മറ്റു ചില പദ്ധതികൾ കൂടി നമുക്ക് പരിശോധിക്കാം. 1. ഹൈക്കോടതി ബെഞ്ച്. 2. വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്തിന്റെ പൂർത്തീകരണം. 3. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വികസനം. 4. കൊല്ലം കോവളം ജലപാതയുടെ വികസനം. 1962 തറക്കല്ലിട്ട വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖം 2006 ആയിട്ടും ഇതുവരെ പണി പൂർത്തിയാക്കിയിട്ടില്ല. തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രത്തിന്റെ ഗതിയാണിത്. ഇതിന്റെ വികസനം ബഹുഭൂരിപക്ഷം തീരദേശവാസികൾക്ക് ജീവിത സ്വപ്നം തന്നെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിൽ ആധുനിക വൈദ്യശാസ്ത്രം വികസ്വരമായത് ഈ സ്ഥാപനത്തിൽ കൂടിയാണ്.
എന്നാൽ ഇന്നും സ്പെഷ്യാലിറ്റികൾക്ക് വേണ്ടി ഒരു കെട്ടിടം ഇല്ലാത്ത ഒരേ ഒരു മെഡിക്കൽ കോളേജും ഇതുതന്നെ. ഈ പോരായ്മ യുദ്ധകാല മാതൃകയിൽ തന്നെ നികത്തേണ്ടത് അത്യാവശ്യമാണ്. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പദവിയിലേക്ക് ഈ സ്ഥാപനത്തെ ഉയർത്തേണ്ടതും അത്യാവശ്യമാണ്. തിരുവിതാംകൂർ നാട്ടുരാജ്യത്ത് ഗതാഗതത്തിനും ചരക്കു നീക്കത്തിനും വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന കൊല്ലം കോവളം ജലപാത പുനരുദ്ധീകരിച്ച് ദേശീയ ജലപാതയായി വികസിപ്പിക്കണം. ഇത് ചരക്കു നീക്കത്തിന് ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു മാർഗമായി മാറും. മാത്രമല്ല, ഏറ്റവും വ്യത്യസ്തമായ ഒരു സഞ്ചാര അനുഭവം ഇത് പ്രദാനം ചെയ്യും. ഇത്രയും പറഞ്ഞതിൽ കൂടി തിരുവനന്തപുരത്തിന് വിഭവദാരിദ്ര്യമോ പദ്ധതികൾക്ക് പഞ്ഞമോ ഇല്ല എന്ന് വ്യക്തമാകുന്നു. എന്നാൽ യാതൊന്നും ഇതുവരെ പ്രാവർത്തികമാക്കപ്പെട്ടിട്ടില്ല. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകേണ്ട ചോദ്യമാണിത്: എന്തുകൊണ്ട് ഈ മഹത് കർമ്മ പദ്ധതികൾക്ക് ചുക്കാൻ പിടിക്കാൻ പ്രാപ്തിയും ഉത്സാഹവും സമർപ്പണ ബോധവും തിരുവനന്തപുരത്തോട് സ്നേഹവും ആത്മാർത്ഥതയും ഉള്ള സ്ഥാനാർത്ഥികളെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്? രാഷ്ട്രീയത്തിനതീതമായി വികസനം മുഖ്യ അജണ്ടയായി മാറുന്ന ഒരു കാലഘട്ടമായിരിക്കണം അടുത്ത 5 വർഷം. കഴിഞ്ഞ 50 വർഷം കൊണ്ട് നേടിയതിലും എത്രയോ ഇരട്ടി നേട്ടങ്ങൾ അടുത്ത 5 വർഷം കൊണ്ട് നമുക്ക് നേടാനാവും. അടുത്ത 5 വർഷം, അതായത് 2011 ആവുമ്പോഴേക്കും ഒരു പുതിയ തിരുവനന്തപുരം തന്നെ പടുത്തുയർത്താൻ നമുക്ക് സാധിക്കണം. നമുക്ക് ലഭിക്കേണ്ടത് തുറമുഖം, വിമാനത്താവള വികസനം, വിശാലമായ ഹൈവേകൾ, ടെക്നോളജി പാർക്കുകൾ, ഹൈക്കോടതി ബെഞ്ച്, മത്സ്യബന്ധന തുറമുഖം.